നമസ്കാരം ഗൈസ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തൊരാളല്ല, ലിറ്ററലി പറയുമ്പോൾ. കാര്യം എനിക്കൊരു ചാനൽ തുടങ്ങണമെന്നും അത് ഈ രീതിയിലല്ല, വളരെ എൻ്റെ കുറേ പറയേണ്ട കാര്യങ്ങൾ പറയാനും ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇങ്ങനൊരു വീഡിയോ കൊടുത്ത് തുടങ്ങേണ്ടി വരുന്നത് എനിക്ക് ഒട്ടും സന്തോഷം തരുന്നൊരു കാര്യമല്ല. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന 2.4 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്ത ഈ വീഡിയോ അവനെ ഇഷ്ടമാണോ അല്ലേ? എപ്പം തുടങ്ങിയത് അവനായിട്ട്? ശരി, എനിക്ക് ഇത്രയും കേട്ടാ മതി. അല്ല, അവനായിട്ട് വിളിച്ച തീർന്നില്ലേ? നല്ല കാര്യം കേട്ടോ. NSSന്റെ ക്യാമ്പല്ലേ? ഞാൻ എന്തിനു പറയണേക്കണം? പറ, ഞാൻ എന്തിനു പറയണേക്കണം? പറ. ഓ, ഞാൻ അയച്ചു കൊടുക്കുന്നത് വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. ഞാൻ എന്തിനു കാര്യമാണ് കേൾക്കണം? ശരി. അപ്പൊ ഞാൻ ഇത്രയും സമയം ഊമ്പി മോനായിരുന്നോ? ഇത് എൻ്റെ BFന്റെ കസിനാണ്. പറയാനാണെങ്കിൽ ചിലപ്പം ഞാനൊരു റാൻഡംകാരിയാണ്. എൻ്റെ കൊളോക്കിലി ഉള്ളൊരു ടേംസ് വെച്ച് ഞാൻ പറഞ്ഞു പോയാൽ പലതും എനിക്ക് ബീപ്പിടേണ്ടി വരും. പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടി വരും. കാര്യം അത്രയും ഒരു നെറുകേടാണ് ആ പെൺകുട്ടി ഇയാളോട് ചെയ്ത്. അത് എങ്ങനെ പറയും? അത് ഒരിക്കലും പാടില്ല കാര്യം. എനിക്കിത് കണ്ടിട്ട് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പറയാനായിട്ട് എൻ്റെ മനസ്സിങ്ങനെ കിടന്ന് ത്വര വരുന്ന ഒറ്റൊരു കാര്യം, സ്നേഹിക്കാം, ടൈം പാസ്സായിട്ട് നോക്കാം. ഇപ്പോൾ ഈ ഏജാണ്, ഈ ജനറേഷനെ പറ്റി ഞാൻ പറയണ്ട. അത്രയും ടെറിഫിക് ആയിട്ടുള്ള ജനറേഷനാണ്. ഒട്ടും ആർക്കും ഒരു വിലയില്ല. പിന്നെ നല്ലത് പറഞ്ഞാൽ തന്ത വൈബ് തള്ള വൈബ് ഇതൊക്കെ മാത്രം എടുത്ത് വലിയൊരു കാര്യമാക്കി കൊണ്ട് നടക്കുന്ന വെറും ഒരു ഫ്ലോപ്പ് ജനറേഷനാണിത്. അതിനൊരു ഭാഗമാണ് ഞാനും എന്നുള്ളതിൽ വളരെ സങ്കടമുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള നല്ല ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പം ശരിക്കും പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്നേഹിച്ചോ? വെറുതെ ഇപ്പം നമുക്കറിയാം, ജസ്റ്റ് രാവിലെ എണീക്കുമ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്നേഹത്തോടുള്ള കുറേ വിളികൾ, പേര് പറച്ചിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവർ നമുക്ക് മനസ്സിലാവും അവർക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. 24/7 കോൾ ചെയ്യുക എന്നുവെച്ചാൽ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നൊക്കെ വാക്കുകളിലൂടെയാണ്, മനസ്സിലായോ? അപ്പോൾ ആ തരത്തിലുള്ള ആളുകളെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കവരെ കടന്നു അവരിപ്പോൾ പോയാലും വന്നാലും നമുക്ക് അത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറേ സംസാരിച്ചിരുന്നു. അങ്ങനെ ഇപ്പം ഇനി സംസാരിക്കേണ്ടി വന്നാൽ ഇതിൽ നിന്നും ഇപ്പം നമ്മളീ കണ്ട ഈ ഒരു ബ്രോയുടെ വീഡിയോ, അതിൽ നിന്നും വളരെ കുറച്ചുകൂടെ വൈഡായിട്ട് കാര്യങ്ങൾ പറയേണ്ടി. നമുക്ക് വേണ്ടി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇപ്പം നമ്മുടെ ഫാമിലി നമ്മൾ അത്രയും പ്രയോറിറ്റി. പക്ഷേ ഈ ഒരാൾ ഇങ്ങനെ ഒരാൾ നമ്മൾ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, നമ്മളും തിരിച്ച് അയാളെ കുറച്ച് ക്വാളിറ്റീസ് നമുക്കിപ്പോൾ തുടക്കമേ അങ്ങ് ആരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി അങ്ങ് ആദ്യമേ അതൊക്കെ ഈ പാരൻസ് അങ്ങനെ കുറച്ച് ടോക്സിക് പാരൻറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. മക്കൾ ഇങ്ങനെയൊന്നും ആവരുത് എങ്കിൽ പിന്നെ ഇപ്പം ഈ ചെയ്ത കുട്ടിന്നല്ല എൻ്റെ ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പോൾ ആളും പോയി എന്നാണ് അറിഞ്ഞത്. കാര്യം ഒരിക്കലും അവൾക്ക് പറ്റത്തില്ല. ഇനി ഈ സൊസൈറ്റിയെ ഫേസ് ചെയ്യാൻ അയാൾക്ക് പറ്റത്തില്ല. എന്നെപ്പോലെയുള്ള തിളച്ച് വന്ന് സംസാരിക്കുന്ന പലരും ഉണ്ടാവും. പലരും വന്ന് പറയുന്നത് അവൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും എരിഞ്ഞെരിഞ്ഞ് അവൾക്ക് ജീവിക്കേണ്ടി വരും. ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആൾ പോയത്. ചെയ്യരുത് ഗൈസ്, ഒരിക്കലും. നിങ്ങൾ എത്ര വലിയ പ്രാക്ടിക്കലി തിങ്കിങ്ങും വലിയ ഇതായിട്ടുള്ള ചിന്തകളും ഒക്കെ ആയിക്കോ, നിങ്ങൾ അതിലൊക്കെ വലിയ കിടിലങ്ങളായിക്കോ. പക്ഷെ അത് നമുക്ക് വേണ്ടി ജീവിക്കാൻ റെഡിയായ ഒരാളോട് ആവരുത്. ഇപ്പം ഈ ചേട്ടൻ ഇവർക്ക് വേണ്ടി ഇവളുടെ ലൈഫിൽ ഈ ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഇപ്പം എത്രയും എണ്ണം നമുക്കറിയാം.
ഈ ഒരു ജനറേഷനിലെ ബോയ്സ് എന്ന് പറയുമ്പോൾ അവന്മാരൊക്കെ നടക്കുന്ന ലെവല് കാണില്ല. വീട്ടുകാരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപദ്രവിച്ച് അവരെ കയ്യിൽ നിന്നുള്ള മറ്റേ മോഡലിംഗ് മറ്റേ വലിയ എസ്തെറ്റിക് രീതിയിലൊക്കെ ഭയങ്കര മറ്റേ സെറ്റാവാൻ വേണ്ടി പാരൻസിനെ ഇറുക്കി അല്ലെങ്കിൽ എന്തെങ്കിലും തുക്കട പണികളൊക്കെ ചെയ്ത് കൂട്ടുകെട്ട് കൂടി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് സൈഡായിട്ട് ഒരാളെ വെച്ച് ആളുടെ എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഒരു ഒരു ഒട്ടും ഇതില്ലാത്ത രീതിയിൽ നടക്കുന്ന ഒരാൾ അല്ലേ. അപ്പം അങ്ങനെ ഒരു ജനറേഷനിൽ ഇതുപോലത്തെ ഒരു ആൾ ഇയാൾക്ക് വേണ്ടി ഇവിടെ ആ ഒരു സ്നേഹവും ബന്ധവും ജോലിയും എല്ലാം അത്രയും പ്രയോറിറ്റൈസ് ചെയ്ത് ദുബായിൽ പോയി അവിടെ വെച്ചാണ് ഇത് അറിയുന്നത്. ആ ഫൂട്ടേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് അവിടെ വെച്ച് വിളിച്ച് സംസാരിച്ച സമയത്തുള്ള ഫൂട്ടേജാണ്. ഒരാൾക്ക് മരിക്കാൻ അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് മരിക്കാൻ ഇതിലും വലുത് വല്ലതും വേണോ? എനിക്കൊന്നും പറയാൻ എനിക്കാണ് ഒരിക്കലും ചെയ്യല്ലേ പ്ലീസ്, ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഒരിക്കലും ചെയ്യരുത്. ഒരാൾ നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ ഫാമിലി പോലെ നമുക്കും ഒരു സ്പേസ് അയാളുടെ ലൈഫിൽ തന്നിട്ടുണ്ട് എന്ന് നമ്മൾ എന്ന് റിയലൈസ് ചെയ്യുന്നു അന്ന് തൊട്ട് നന്നായിരിക്കണം. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ നിന്നും കൂടെ കുറച്ച് വേണം ഞാൻ പറയാം. കാര്യം ബ്രേക്കപ്പ് ഉണ്ടായി. ഫസ്റ്റ് അയാൾ ബ്രേക്കപ്പ് ഉണ്ടായി. അയാളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഫുൾ ടൈം കോളിങ്, നല്ല രീതിയിൽ കോൾ ചെയ്യുക, ഫുൾ ടൈം കോൾ ചെയ്യുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റേ കുറേ ഇമോഷൻസ് എടുത്ത് വാരി തട്ടുക, അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലവ് വേണ്ടി എനിക്ക് വലിയ ഇപ്പം ഇതുപോലെ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്ത് വന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു നോളജൊന്നും എനിക്കില്ല. ഞാൻ അത്യാവശ്യം പ്ലസ് സൈസാണ്, കുറച്ച് വണ്ണവും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കിങ്ങനെ ക്രഷൊക്കെ ഉണ്ടാവും പണ്ടൊക്കെ. അപ്പം ഞാൻ പറയട്ടെ ഫ്രാങ്ക്, ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് ഫ്രാങ്കായിട്ട് പറയുമ്പം ഇതൊക്കെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാനാണ് താല്പര്യം. ഇതിപ്പോൾ എത്രമാത്രം ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഓക്കെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ പറയണമല്ലോ, എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇത് ഞാൻ പറഞ്ഞു ആദ്യമേ. അപ്പം അപ്ലോഡ് ചെയ്യുമ്പം ഇത് കൂടെ പറയാം എന്നുള്ള രീതിയിൽ ഞാൻ പറയുക. അപ്പം ഇങ്ങനെ ആൾ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ലൈഫായിരുന്നു. അപ്പം അത് പെട്ടെന്ന് പോയി ഞാനൊരു 5 മാസം ബ്ലാങ്ക് ആയിരുന്നു. ചിലപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എല്ലാം ഇങ്ങനെ കോൾ ചെയ്യുക പറഞ്ഞുകൊണ്ടിരിക്കുക. മാർക്സ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിനെ പറ്റി ഒട്ടും ബോധേഡല്ല. ആളെൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. പിന്നെ അയാളോട് ഇങ്ങോട്ട് വന്ന് ഇതാക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര കാര്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ കൃഷി കഴിച്ചിട്ട് എനിക്കങ്ങനെ ആരും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ വണ്ണം എൻ്റെ ഈ ഒരു രീതിയിൽ തന്നെ എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി. അപ്പോൾ ആളെപ്പറ്റി എനിക്ക് ഭയങ്കര മതിപ്പാണ്. ടോട്ടലി എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടവും. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര കാര്യമായിട്ട് ഞാൻ പക്ഷേ നടന്ന ആൾ ഭയങ്കര എന്ന് വെച്ചാൽ പറയണ്ടല്ലോ, ഭയങ്കര ഞാനാണെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരോടെ ഇത് കൊടുക്കത്തുള്ളൂ. നമുക്ക് നല്ല കുറച്ച് കൂടി ഇപ്പം ക്വാളിറ്റി ഈസ് ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി എന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ കീപ്പ് ചെയ്യാറുള്ള ഒരാളാണ്. എനിക്ക് കുറച്ച് എൻ്റെ കൂടെ ലോയലായിട്ട് നിൽക്കുന്ന കുറച്ച് കൂട്ടുകാർ, അവർ മാത്രമേ ഞാൻ അങ്ങനെ ഒരു ക്ലോസ് ടു ഹാർട്ടായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൈവറ്റ് സർക്കിളിൽ എൻ്റർ ചെയ്യാൻ ഞാനൊരു അങ്ങനെ ഒരു ഇത് കിട്ടുന്ന കുറച്ച് കൂട്ടുകാരും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എൻ്റെ ലൈഫിലുണ്ട്. എൻ്റെ പാരൻസ്, അച്ഛൻ, അമ്മ, ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും. അപ്പം ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പാരൻസിനെ പോലെയാണ് ഞാൻ അവരെ കാണുന്നത്. മനസ്സിലായി? എനിക്ക് പിന്നെ ബെസ്റ്റ് പറയണ്ടല്ലോ. ഓക്കെ. അപ്പം എന്തൊരു ദാരിദ്ര്യം പിടിച്ച ഒരു ജനറേഷനാണെങ്കിൽ പിള്ളേരൊക്കെ നമ്മളൊക്കെ നല്ല കാര്യം. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടാണ്, കുറച്ചൊന്ന് കമ്പനിയാകുമ്പം അയാൾ ഇങ്ങനെയൊക്കെയുള്ള അയാളുടെ ലൈഫിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയും, എടാ അതങ്ങനെയല്ലല്ലോ, നമ്മൾ ശരിക്കും ഈ രീതിയിലൊക്കെ അല്ലേ ചിന്തി, നീ അത് അങ്ങനെ എടുക്കല്ലേ എന്ന് പറയുമ്പോൾ തള്ള വൈബ്. ആ ഒരു ഇത്രയും കുട്ടികൾ മാറി.
അവർക്ക് എന്താണോ കംഫർട്ട്, അവർക്ക് എന്താണോ ഒരു ഹാപ്പിനെസ്, വലിയ മറ്റേതിന് കൈ തൊടാതെ മീൻ പിടിക്കാൻ പറ്റുന്ന പരിപാടി എന്തിന്, കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുന്ന പരിപാടി എന്തിനാണോ, അതിൽ നിന്ന് അവർക്ക് എത്രയും നല്ല രീതിയിൽ സന്തോഷം കിട്ടുന്ന എന്താണോ അതൊക്കെ ചെയ്യുക. അതിനെതിരെ പറഞ്ഞവരൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് യൂസ് ചെയ്ത് അവരെ അങ്ങ് അടപ്പിക്കുക, പാരൻസിന് വില കൊടുക്കാതിരിക്കുക. ഈ ഇപ്പം എനിക്കിത് പുറത്ത് പറയാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഞാനിത് റിയലൈസ് ചെയ്യാനും കാരണം എൻ്റെ പാരൻസ് ഒട്ടും ടോക്സിക് ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇതൊന്നും ആയിക്കൂടാ, നീ എങ്ങനെ ജീവിക്കാവൂ, അയ്യോ എൻ്റെ പറ്റി ഇല്ലാത്ത കുട്ടി ഇങ്ങനെ ആയിട്ടല്ലേ കുടുംബക്കാരി അങ്ങനെ ഇങ്ങനെ ആ ഒരു രീതിയിലല്ല എന്നെ വളർത്തിക്കൊണ്ട്. നീ മനുഷ്യനാണ്, നിനക്ക് തോന്നിയില്ലെങ്കിൽ നിനക്ക് എന്തോ കുഴപ്പമുണ്ട്, അങ്ങനത്തെ രീതിയിലേ വളർത്തിയിട്ടുള്ളൂ. അപ്പം എന്നെ ഒരു സ്ഥലത്ത് പുറത്ത് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം കുറച്ച് പ്രായം ഇപ്പോൾ ഒരു 9th ആയിട്ടേ ഞാൻ പുറത്ത് പോയി തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ, 9th 8th ആ ഒരു ടൈമാണ്. അപ്പം അപ്പോഴേ അങ്ങനെ കൂട്ടുകാരൊരു ഫോർമേഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. അപ്പം ഒരു ഗ്യാങ് അല്ല ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു കമ്പനി ആവും, ഒരു അത്രയും ക്ലോസ് ആക്കില്ല, ബട്ട് എല്ലാവരുടെ അടുത്തും ഒരു ഹായ് ബായ് ബന്ധം അത്രയും ആ ഒരു എല്ലാവരോടും ഉണ്ട്. അപ്പം ഞാൻ അധികം ആവശ്യമില്ലാത്ത സംസാരമൊന്നും അങ്ങനെ എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ എൻ്റേതായ സ്വഭാവങ്ങളൊന്നും കാണിച്ച് ആരെ ഹേർട്ട് ചെയ്യാനെന്നെങ്കിലും എല്ലാവരെയും അവർക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ അവർ ഓക്കെ ആണെങ്കിൽ ഞാൻ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ അവർക്ക് ഞാനൊരു ഡിസ്റ്റർബൻസ് ആണ് അല്ലെങ്കിൽ എൻ്റെ പ്രസൻസ് അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫേർട്ട് ആക്കുന്നു എന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ സഡൻലി ഞാൻ അവിടുന്ന് ഞാൻ അങ്ങനെ ഒരാളെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യാനൊന്നും ആഗ്രഹിക്കാറില്ല. അപ്പം ഇതിപ്പോൾ ഈ ഒരു ജനറേഷനിൽ എനിക്കിതൊക്കെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു വലിയ ഇത് പണ്ട് ഞാൻ കുറച്ചൊക്കെ ഒരു യൂട്യൂബറൊക്കെ ആയി ഒരുവിധം ആൾക്കാരൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയേക്കുന്ന ഒരു സമയത്താകുമ്പോൾ ഈ രീതിയിലൊരു കാര്യം പറയാം എന്നിങ്ങനെ മനസ്സിൽ വെച്ചത്. പക്ഷേ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടും ഞാനത് ഇനിയും എനിക്ക് സംസാരിക്കാതിരിക്കാനോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പിടിച്ചു വയ്ക്കാനോ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തു പോയത്. എന്താ പറയാനായി അപ്പം ഇങ്ങനെ ഒരു ആളുകൾ ഇത്രയും ഇതായിട്ടുള്ള ആളുകൾ ഈ ലോകത്തുള്ളൊരു സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് എല്ലാവിധ ഇഷ്യൂസ് ഉണ്ടായി വന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലേകൾ എന്ന് പറയുന്നില്ല, അതൊന്നല്ല, എനിക്ക് അതിനുള്ള വിവരമൊന്നും ഇല്ല. ജസ്റ്റ് ഇപ്പം ഞാനും അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമുക്കിത് കഴിയുമ്പോഴേ ഭയങ്കര സങ്കടം, ഒരു ഭ്രാന്തായി പോകില്ലേ ഇങ്ങനെ നമ്മളെ കൂടെ വന്നിട്ട് അയാളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളങ്ങ് ഇട്ടിട്ട് പോകുമ്പോൾ. എക്സിനെ പറ്റി സംസാരിക്കാൻ നിന്നാൽ എന്തൊക്കെ മനസ്സിലും വായിലും വരുമെന്ന് അറിയാലോ, അതുകൊണ്ട് ഞാൻ പറയാനുള്ളൂ പോട്ടെ. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് എൻ്റെ ഇതിലായിട്ട് സംസാരിക്കുക. കാര്യം എനിക്കിങ്ങനെ കുറച്ച് എന്താണ് ഇങ്ങനെ ഈ രീതി സംസാരിക്കുമ്പോൾ ഒരു തൃപ്തിയില്ല, കാര്യങ്ങളൊന്നും പറയാൻ പറ്റണില്ല. എൻ്റെ തിരുവനന്തപുരം സ്ലാങ് സംസാരിച്ചാൽ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയുള്ളൂ, മനസ്സിലായില്ല. അപ്പം അവൻ അങ്ങനത്തെ ഒരു വളരെ ഒരു ഇത് കാണിച്ച് അവൻ്റെ സൗകര്യം നോക്കി അവങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടൊക്കെ യൂസേജ് ആയിരുന്ന എന്നെ വെച്ചുകൊണ്ട് ഒരാളെ നോക്കി, അത് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് എന്നെ ബെസ്റ്റി അത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും എനിക്ക് എന്താണ് ഞാൻ അപ്പോൾ പറഞ്ഞ എന്നെ നീ ഇതാക്കിയിട്ട് അത്ര ഗതികെട്ടിട്ട് അത്ര സ്നേഹം മൂത്ത് ഗതികെട്ടിട്ട് ഞാൻ പറയും നീ എന്നെ ലൈനായിട്ട് വെച്ചിട്ട് അവളെ ബെസ്റ്റ് ആയിട്ട് നോക്ക് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറയണേ എൻ്റെ ഒരു നടന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് ബെസ്റ്റിയുടെ അടുത്താണ് കൂടുതൽ സ്നേഹം, ബെസ്റ്റി ആയാൽ എനിക്ക് അവളുടെ അടുത്താണ് സ്നേഹം കൂടുതൽ, എനിക്ക് ബെസ്റ്റിയാണ് ഇതിലേക്കാളും കാര്യം. അന്ന് ആ ധനുഷിൻ്റെ നിത്യമേനൻ്റെ ഒക്കെ ഒരു സിനിമ ഇറങ്ങിയൊരു മറ്റേ സിനിമ തായ്ക്കളവി, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് എന്നെ അവൻ വലിപ്പിച്ചോണ്ടിരുന്നത്. ഞാൻ ഇനി കുറച്ച് ടേംസൊക്കെ യൂസ് ചെയ്യാം, ഇതേ പറ്റുള്ളൂ. കാര്യം ഞാൻ അത്ര വൃത്തിയായിട്ടൊക്കെ വലിയ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരണത് പോരാ, കാര്യം അവിടെ കൊള്ളണം, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി വലിയ ഓക്കെ. അപ്പം ചെയ്യില്ലേ ഗൈസ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് വേണ്ടി ഒരാൾ അവരുടെ ലൈഫിൽ അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്ന അതേ പ്രയോറിറ്റി നമുക്ക് തന്ന് നമുക്ക് വേണ്ടി ജോലി വാങ്ങാനും നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിന് നമ്മുടെ ഗോൾസിന് എത്താൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അത്രയും നമുക്ക് മനസ്സ് തന്ന് നിൽക്കുന്ന ഒരാളെ ഒരിക്കലും ചതിക്കല്ലേ.
എനിക്ക് സത്യം പറഞ്ഞാൽ അറ്റ് ടൈം ഒന്നിനെ വെച്ചുകൊണ്ട് മറ്റേ നോക്കണം തന്നെ എനിക്കത് എങ്ങനെയെന്ന് മനസ്സിലാവില്ല. അത്രയും എനിക്ക് ദഹിക്കാത്തൊരു കാര്യമാണിത്. ഞാൻ പിന്നെ ഒരു മെജോറിറ്റിയും ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് റിയലൈസ് ചെയ്ത് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ബട്ട് മെജോറിറ്റിയും ഈ കൈൻഡ് ഓഫ് ആൾക്കാരായതുകൊണ്ട് ഇതെനിക്കൊരു ഇഷ്യൂ ആയിട്ടെടുത്ത് പറഞ്ഞേ പറ്റൂ. കാര്യം അങ്ങനെയാണ്. ആ കാര്യങ്ങളൊന്നും പുറത്തു പോലും പറയാൻ പറ്റില്ല. അവരൊക്കെ അത് ഈ പ്രായത്തിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത്. ഞാനൊരു ഈ ഇടയ്ക്കൊരു പോസ്റ്റ് ഒരു 16 വയസ്സായ കുട്ടി പനി വന്ന് മരിച്ചു. നോക്കിയപ്പോൾ ആള് എത്രയോ മാസം പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് 17 വയസ്സോ എന്തോ 19 17 എന്തോ വയസ്സുള്ളൊരു കുട്ടി. ഇതൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ നവംബറിൽ എനിക്ക് വെറും 16 വയസ്സായിട്ടേ ഉള്ളൂ. ഞാനിത് അത് എന്നെ അച്ഛനും അമ്മയും കൊണ്ടുവന്ന കാര്യം. ഞാൻ ഒരു സ്ഥലത്ത് പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കാണാം. എന്നെ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കാൻ ഒരിടത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ കാണാം. എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരാൾ ഇന്നൊരു കാര്യം വന്ന് പറഞ്ഞു, ഞാൻ പറയും. അച്ഛൻ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും എന്നെ ഏറ്റവും കംഫർട്ടബിളാക്കി, എല്ലാ കാര്യങ്ങളിലും കംഫർട്ടബിളാക്കി, എന്നെ പൊന്നുപോലെ. ഇപ്പം എനിക്ക് എന്തെങ്കിലും മനസ്സിൽ കിടക്കണം. ഇപ്പം ഇത് തന്നെ ഞാൻ ഈ കാര്യം അറിഞ്ഞ് ഇവിടെ വീട്ടിലുണ്ടാക്കാൻ ഇനി പ്രശ്നമില്ല. എനിക്ക് ഉണ്ടാക്കാൻ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് കുറേ ഇന്നലെ അച്ഛൻ ശബരിമലയ്ക്ക് പോകരുത് കേട്ടോ. കെട്ടിൻ്റെ സമയമായിരുന്നു. അപ്പോഴായിരുന്നു ഞാനിത് എന്നിട്ട് പറയണ്ടേന്ന് വെച്ച് മടിച്ച് ഞാൻ പിന്നെ എന്നെ കൊണ്ട് അച്ഛൻ പറയിപ്പിച്ചു. എന്തായാലും നീ പറ, കാര്യം കേൾക്കട്ടെ എന്നിട്ടല്ലേ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇത് ഞാനിപ്പോൾ അച്ഛനോട് പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛൻ്റെ മുഖത്തേക്ക് പറയാൻ പറ്റാത്ത ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ആ കുട്ടി അന്ന് ആ പെണ്ണിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞില്ല. അവള് ഇത് ചെയ്തു എന്നുള്ളത്, ഈ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം മാത്രം, ആ വീഡിയോയിൽ ഇത് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. വായിൽ വലുതും വരുന്നുണ്ട്, ഞാൻ പറയുന്നത്. അപ്പം അത്രയും അത് അവളെ തന്തേരെയും തള്ളേരെയും ഗുണമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൈഫാണ് അവളുണ്ടായിരുന്നത്. അവൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളമാർ അച്ഛന്മാരുണ്ടല്ലേ, പറ്റി അങ്ങ് അയ്യോ എന്ത് മക്കളെ എന്ത് പളുങ്കാക്കി കാണിക്കുമെന്നറിയോ. എൻ്റെ പൊന്നിയോ അപരാധം. ഇത്രയ്ക്ക് ദുരന്തം പിടിച്ച കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങ് വലിയ കാര്യമായിട്ട് പിള്ളേരെ പറയും ചെയ്യണം മുഴുവൻ ഇതൊക്കെയാണ്. ഇതിൻ്റെ അട്ടർ പരിപാടി. ഒരാളെ ലൈഫ് തുലയ്ക്കണം കുഞ്ഞ് ചെയ്ത്, എന്നിട്ട് അയാൾ പോയി. എന്തിനിങ്ങനെ ഇതൊക്കെ ചെയ്ത് വയ്ക്കണതിൻ്റെ വിനയില്ലേ അനുഭവിക്കണം. ഗൈസ് ഞാൻ ചോദിക്കുക, അത് വളരെ ഒരിക്കലും ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നമ്മളെ കൂടെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ ഉപദ്രവിക്കല്ലേ. എന്തിനു വേണ്ടി? ഇപ്പോൾ പാരൻസിൻ്റെ കാരണം അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് നമുക്ക് ചിലപ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു പോകും. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു ജോലി വാങ്ങിച്ച് ആ ആളെയും അതിനു വേണ്ടി എൻകറേജ് ചെയ്ത് അയാളുടെ ലൈഫിൽ അയാൾക്ക് എന്തൊക്കെ രീതിയിൽ അയാൾക്ക് ഇപ്പോൾ ഒരു ആസ് എ വുമൻ നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആവാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏൺ ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ പാരൻസ് നിങ്ങളുടെ വാക്കിന് വില തരും. പിന്നെ ചില ടിപ്പിക്കൽ അമ്മമാർ പറയുന്ന ഒരു ഇതുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജനിച്ച് കല്യാണം വരെ ഒരു കല്യാണം കഴിക്കുന്ന ഒരു പ്രായം വരെ അച്ഛൻ നോക്കും, അത് കഴിഞ്ഞാൽ ഭർത്താവ് നോക്കും. അങ്ങനെയൊക്കെ ഒരുമാതിരി ഇതിപ്പം ഇതായിട്ട് പറഞ്ഞതല്ലേ. ഇപ്പം എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയ്ക്കും ചെറിയ രീതിയിലുള്ള അങ്ങനെ ഒരു തോട്ടമുണ്ട്. കുറച്ച് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അമ്മയും അച്ഛനും അമ്മയും ഒക്കെ ആ രീതിയിൽ സ്നേഹവും തന്നി എന്നെ അത്രയും ഇതായിട്ട് നോക്കുമ്പം നമുക്ക് സ്നേഹത്തിൻ്റെ വില അറിയാം. നമുക്ക് വേണ്ടി നിൽക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കും. ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പം ഈ രീതി നിങ്ങളോട് ഇത് പറയാൻ പറ്റണം. മനസ്സിലായോ? കാര്യം നമുക്ക് വേണ്ടിയാണ് അയാൾ ഓരോന്നും ചെയ്തത്. അതൊക്കെ നമുക്ക് കുറച്ച് നാളെ ഇപ്പം ആരെയും നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടില്ല. അതൊക്കെ പാട്ട് നമുക്ക് ആരെയും മനസ്സിലാവില്ല, ചതിച്ച് കളയും എന്നൊക്കെ പറയാമെങ്കിലും ശരിക്കും സ്നേഹിക്കുന്നവർ നമുക്ക് മനസ്സിലാവും. വേണമെന്ന് വെച്ചാൽ മനസ്സിലാവും. പിന്നെ നമ്മുടെ മനസ്സും ഒക്കെ അധികം കൂട്ടിയിട്ട് വളർത്തി കിടക്കാണ്, വളർത്തി വെച്ചേക്കണമെങ്കിൽ പിടികിട്ടൂല. കാര്യം വീട്ടിൽ നിന്ന് പുറത്തു വിടൂല. അച്ഛനും അമ്മയും ഒരുമാതിരി വെറുതെ അഭിനയിച്ച് പിന്നെ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോയി. അങ്ങനെ കുറേ പിള്ളേരുണ്ട്. അപ്പം അവരുടെ അടുത്ത് ആര് സ്നേഹം കാണിക്കുന്നു അതാണ് ഈ വീട്ടുകാർ ടോക്സിക് ആവരുത്. അല്ലെങ്കിൽ വീട്ടുകാരധികം പിള്ളേരെങ്ങനെ പ്രഷർ ചെയ്ത് പിടിച്ച് വീട്ടിലിരുത്തി ഒന്നും കാണിക്കുക. ആണുങ്ങളുടെ മിണ്ടിക്കൂടാ. ആണുങ്ങളെടുത്ത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്, ആളുടെ ഫാമിലി വീട്ടിൽ അങ്ങനെ ഇടും. ആണുങ്ങളടുത്ത് മിണ്ടിക്കൂടാ, ആണുങ്ങളെ വീട്ടിൽ കയറ്റിക്കൂടാ.
അതൊക്കെ എന്തോ ഇതായിട്ട് കൂടെ. പക്ഷെ അവർക്ക് ഒരു സ്റ്റേജിലെത്തുമ്പം ഈ പാമ്പറിങ്ങും സ്പൂൺ ഫീഡിങ്ങും ഒക്കെ ഒരു സമയത്തെത്തുമ്പോൾ ഇവരൊന്നും ചെയ്യും പറയും. ഞാൻ ഗൈസ് ഇത് നടന്നിട്ട് ഞാൻ അത്രയും ടെൻസ്ഡായി, എനിക്കിത് എങ്ങനെയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ അവിടെ വന്നതാണ്. ഉറക്കത്തിൽ നിന്നാണെന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ കയറി വന്നു. ഒന്നും റെഡിയാക്കിയിട്ടല്ല, ഫിക്സ് ചെയ്തല്ല വന്നേക്കുന്നത്. ബട്ട് എനിക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന കണ്ടന്റിലല്ലേ കാര്യം, ലുക്കിലല്ലല്ലോ. ഇതത്രയും ഒരു ഇതായിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ മനസ്സിലായില്ലേ, അത്രയും ഞാൻ സംസാരിക്കേണ്ട ഒരു വളരെ ആവശ്യകതയുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതിന് ലുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വരാനും പറ്റത്തില്ല. അത്രയും നമുക്ക് സങ്കടം ഉണ്ടായ ഒരു കാര്യം കൂടെയാണ് ആ ചാനലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. ആ പെൺകുട്ടി ഒരു കാര്യത്തിൽ സങ്കടപ്പെടാനൊന്നുമില്ല. കാര്യം ഞാൻ സങ്കടപ്പെടാനെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ജീവനാണ്. അത് ഒരു മനുഷ്യൻ്റെ ജീവൻ ഇത്തരം പ്രവൃത്തികളും അയാളുടെ മനസ്സ് ഒരു മെൻ്റൽ ഹെൽത്ത് അത്രയും തൊലഞ്ഞ് പോയ ആ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ഒരു സൂയിസൈഡ് ചെയ്യണം. അതിനും മാത്രം ഗതികെട്ട ഒരു കാര്യമാണ് ആ ഉണ്ടായത്. നിങ്ങൾ ആരെങ്കിലും ചതിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ നമ്മൾ കൂടെ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ബുക്ക് എടുത്ത് വെച്ച് ഫിസിക്സ് എൻ്റെ ലവർ, ഇതിന് മാത്സ് എൻ്റെ ഫാദറിലോ മറ്റതിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഇതിൽ അങ്ങനെ അങ്ങ് പോകണം. അത് കഴിയുമ്പോൾ വീട്ടുകാരെങ്കിലും പിടിച്ച് റിയൽ ആൾക്കാരെ തരും. അങ്ങനെ അങ്ങ് പൊയ്ക്കും. അല്ലാതെ ഇതിന് എടുത്ത് ചാടി അങ്ങനെ ഒരാളെ കിട്ടി അയാളെ റെഡിയാക്കി വച്ചിട്ട് പിന്നെ സ്വന്തം കാര്യം നോക്കി പോകരുത്. അത് വെറും ഇതാണ്. പിന്നെ ഈ ബെസ്റ്റ് ഉണ്ടാക്കി വെക്കൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന, അപ്പോൾ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ, അയാളോട് പറയാനോ അയാളോട് സംസാരിക്കാനോ പറ്റാത്ത എന്ത് കാര്യമാണ് ഈ ബെസ്റ്റിയുടെ കൂടെ നമുക്ക് പറ്റണമെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. നമ്മളായിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സ്നേഹിക്കുന്ന പാർട്ട്ണറാണ്. അപ്പം അങ്ങനെ ഒരാളോട് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത കാര്യം എന്തിരിക്കും നീ ഈ ബെസ്റ്റിയോടൊക്കെ പറയാൻ? ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഗമേ ഫ്ലോപ്പാണ്, അട്ടർ ഫ്ലോപ്പാണ്. എന്തുവാണ് ഒരുമാതിരി തെണ്ടിത്തനമാണ് എനിക്കത് ആലോചിക്കുമ്പം ഈ പെണ്ണും കാണിച്ചത് ഒരുമാതിരി പറയാനൊന്നുമില്ല പോട്ടെ. അതുകൊണ്ട് അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് അയാളോട് ആ രീതിയിലൊന്നും പറയാൻ പറ്റുന്നില്ല, നമ്മളെ മനസ്സിലാക്കില്ല. മറ്റേ കണ്ണാപ്പി കളിയാണ്, കലിപ്പം കളിയാണെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൽ പല ഇഷ്യൂസ് ഉണ്ടാവും. നമ്മളും മനുഷ്യരാണ്. നമ്മൾ പലയിടത്തും നമുക്ക് പലവിധ കാര്യങ്ങളും നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റിപ്പോവും, പ്രശ്നങ്ങളുണ്ടായിപ്പോവും. വെറും മനുഷ്യരാണ് നമ്മൾ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഫീലിങ്സ് കൊണ്ടും അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഇതുകൊണ്ടുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും പല അബദ്ധങ്ങൾ പറ്റാനും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു ഡൗൺ ആയി പോകാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ലൈഫിലുണ്ടാവും. അങ്ങ് കിടിലായിട്ടിരിക്കാൻ പറ്റൂല എപ്പോഴും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്തൊന്നും നമ്മളെ കൂടെ നിൽക്കാനും ഇതിനും നമ്മളെ മനസ്സിലാക്കാനും പറ്റാത്തൊരാളാണ്. അപ്പോൾ നമുക്ക് പല ബസ്സുകളെടുത്ത് പോകേണ്ടി വരും എന്നുള്ളൊരു സ്റ്റേജിലാണെങ്കിൽ പിന്നെ ഇയാൾ ആവശ്യമില്ലല്ലോ. അപ്പം ഇതൊന്നും ഇപ്പോഴേ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാനോ ഒന്നും പറ്റാത്തവർ സിമ്പിളി പറഞ്ഞാൽ വായി നോക്കുക, സമാധാനത്തോടൊക്കെ നടക്കുക, സിംഗിൾ ലൈഫ് ഹാപ്പിയാണ്. ഈ സിംഗിൾ ലൈഫ് അയ്യോ ഞാൻ സിംഗിൾ അല്ലേ, നീയൊക്കെ ആകുമ്പോൾ പിന്നെ ഇതൊക്കെ ഉള്ളതോടെ നിങ്ങൾക്ക് അങ്ങനെ പറയാം. നമ്മൾ സിംഗിൾ അതൊരു സങ്കടമാക്കി പറയേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ജനറേഷനിൽ അങ്ങനെ ആകാൻ പറ്റിയത് അവർക്ക് കിട്ടിയ വലിയ ഭാഗ്യം കേട്ടാ. എന്നുവെച്ചാൽ നല്ല രീതിയിൽ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിനുള്ളൊരു രീതിയിൽ ഭയങ്കര കഷ്ടപ്പെടണം. ഇങ്ങനെയൊന്നും മനസ്സിലാക്കാനുള്ളൊരു മനസ്സോ അല്ലെങ്കിൽ രീതികളോ നമുക്കില്ലെങ്കിൽ നിൽക്കരുത് പ്ലീസ് ഗൈസ്, ചെയ്യരുത് ഒരിക്കലും. അത് നമുക്കും ഭയങ്കര രീതിയിൽ നമ്മൾ പഠിത്തം പോവും. പാരൻസിൻ്റെ അടുത്തുള്ള പറയത്തേ നമുക്കൊരാളെ ഇഷ്ടപ്പെട്ട അയാൾ നമ്മളെ ലൈഫിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ പഠിത്തത്തിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ നമ്മൾ കൂടുതൽ ഫാമിലി വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയതാണ്, എനിക്കുണ്ടായ കാര്യമാണ് ഞാൻ പറയണത്. നമുക്കൊരു നല്ലൊരാളാണ് നമ്മുടെ അടുത്ത് വരണമെങ്കിൽ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഫാമിലി വാല്യൂ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മളെ ലൈഫ്. എന്നാലും നമ്മളെ അച്ഛനും അമ്മയും കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് എന്തും എന്നുള്ള ഒരു കാര്യം നമ്മൾ ടോട്ടലി റിയലൈസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഇപ്പം ഞാനൊന്നും അത്ര വലിയ പഠിപ്പിക്കൊച്ചൊന്നുമില്ല, ഒരു ആവറേജ് എനിക്ക് വലിയ ഫുൾ A+ ഒന്നും ഇല്ല 10th. അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴാണ് ഞാൻ
അച്ഛനും അമ്മയും ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ മാർക്കും കാര്യങ്ങളും ചോദിക്കും. എന്ന് വെച്ചാൽ എന്നെ ഒരു ബേസിക് ടൈം തൊട്ടേ ഒട്ടും അങ്ങനെ ഗൈഡ് ചെയ്ത് പഠിത്തത്തിൻ്റെ ആവശ്യകതയൊന്നും പറഞ്ഞല്ല കൊണ്ടുവന്നത്. ഈ ഒരു സമയത്തിലാണ് ഞാൻ അതിൻ്റെ കഷ്ടപ്പാടായിരുന്നു. അപ്പം ഇനി അങ്ങോട്ട് പോകാൻ +1 +2 പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പാരൻറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത് ആദ്യമേ കുട്ടികൾ അവസാനം കൊണ്ടുവന്ന് അവരോട് എവിടെ മാർക്ക് എന്നിങ്ങനെ ചോദിക്കുന്നതല്ല പാരൻറ്റിങ്. അത് വെറും ഒരു ബോറോ. അവസാനം കൊണ്ടുവന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. അവർക്കത് ആദ്യമേ ബോധം ഉണ്ടാവണം, ഞാൻ ഇന്ന രീതിയിലാണ്, ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇന്ന രീതിയിൽ എന്നെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന സോഴ്സുകളുണ്ട്, പഠിക്കാൻ ഒരു സമയമുണ്ട്, പഠിക്കാനായിട്ടുള്ള ഇന്ന മെറ്റീരിയൽസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് ഈ രീതിയിൽ പഠിക്കാം, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഞാൻ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഇതിനൊക്കെ ചെറിയ രീതിയിൽ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇതാണ് കേട്ടോ. നമുക്ക് ഇന്ന രീതിയിൽ പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ സൗകര്യമാണ്, എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്ത് രീതിയിൽ. പക്ഷേ പഠിത്തത്തിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുത്ത് വളർത്തിയത്, അല്ലെങ്കിൽ വല്ലവരെയൊക്കെ വല്ല ടീച്ചർമാരെയും അങ്ങനെ എന്നൊക്കെ വഴക്ക് കേട്ടിട്ട് വീട്ടുകാർക്ക് സങ്കടം, മക്കൾക്ക് സങ്കടം, കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതെ ഇത്തരം രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഫാമിലി ഒരു ഇതൊക്കെ ഇങ്ങനെ ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫാമിലിക്ക് അത്രയും പ്രയോറിറ്റി കൊടുക്കും, അത്രയും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. അവർ നമ്മളെ വെറുതെ എപ്പോഴും വിളിച്ചുകൊണ്ടൊന്നിരിക്കില്ല. അവർ ഒരു സമയം ഇപ്പോൾ ചിലപ്പം എല്ലാ വർക്കും കഴിഞ്ഞ് ഫാമിലി വീട്ടിലെ ആൾക്കാരൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം എന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് എക്സാം സമയത്താണെങ്കിൽ ഒട്ടും വിളിക്കുക പോലുമില്ല. നമ്മളെന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ചിലപ്പോൾ കിടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സംസാരിക്കും. അങ്ങനെയാണ്. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ ഗൈസ്, ലിറ്ററലി എൻ്റെ കാര്യം അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞങ്ങൾ ആ രീതിയിലാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ലൈഫ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും എന്താണ് തെറ്റി മറ്റേ കൂട്ടിക്കിഴിച്ച് കിളി വരും എന്ന് പറയില്ലേ. അപ്പോൾ ആ കണക്കിന് നമുക്ക് തലയ്ക്കകത്ത് മൂള വരും, മനസ്സിലായോ? അങ്ങനെ. അപ്പം ഈ ഇടയ്ക്ക് പയ്യൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പായിട്ട് ഒരാൾ ഇതുപോലെ സൂയിസൈഡ് ചെയ്ത കാര്യം. ആ പെൺകുട്ടിയെ പഠിപ്പിച്ച് നേഴ്സാക്കി ദുബായിൽ അയച്ച് അയാൾ നാട്ടിൽ നിന്ന് അവളുടെ പാരൻസിനെ നോക്കി, എന്നിട്ടാണ് അവിടെ ചെന്ന് ആളെ ചീറ്റ് ചെയ്തത്. ഇതൊക്കെ ഏത് രീതിയിൽ എന്ത് കൈൻഡ് ഓഫ് മനസ്സുള്ള ആൾക്കാരാണ് ഇവർ? മനുഷ്യരാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇങ്ങനെ രീതിയിൽ അത് ഒരാൾ നമുക്ക് വേണ്ട നമ്മളെ അച്ഛനും അമ്മമാരെ പോലെ നമുക്ക് വേണ്ടി എന്തും കളഞ്ഞ് നിൽക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരാൾ, ഞാൻ ശരിക്കും പറയാം അങ്ങനെ ഒരാളാണെന്ന് മനസ്സിലാക്കുക. അയാളും നമ്മുടെ ഫാമിലിയും തമ്മിൽ ഇപ്പം ഒരു കുറേ പാരൻറ്റിങ്ങിൻ്റെ നമ്മളെ റേസ് ചെയ്ത് കൊണ്ടുവന്ന രീതിയുടെയൊക്കെ കുറച്ച് എന്താണ് ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മളെ പല സ്വഭാവങ്ങളും. അപ്പം അതിൽ പലതും പിന്നെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ അച്ഛനും അമ്മയും അങ്ങനെ ആവണം, അതിങ്ങനെ ആവണം, അങ്ങനെയൊന്നുമില്ല. ഇപ്പം കഞ്ചാവ് ഇതായിട്ട് പറഞ്ഞ കഞ്ചാവ് വലിച്ചുവിടുന്ന ആരെങ്കിലും പറഞ്ഞു തരണോ എന്ന് വെച്ചാൽ കഞ്ചാവ് അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കൈൻഡ് ഓഫ് കൂളി ഈ പിള്ളേരൊക്കെ പറയുന്നത് ഞാൻ വേറെ വല്ല പറഞ്ഞു കൂള് കഞ്ചാവ് ഇത് ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ അതൊക്കെ വിളിച്ചിട്ടങ്ങ് എൻ്റെ പൊന്നെ എന്തിനാണ് എനിക്ക് വയ്യ. അതൊക്കെ ചെയ്യണം. അത് ആലോചിച്ച് നോക്കുമ്പോൾ അതൊക്കെ ചെയ്ത് എനിക്ക് നിർത്താൻ പറ്റണില്ല. ഞാനങ്ങ് ഞാൻ ശ്രമിക്കാനുണ്ടടി, എനിക്ക് പറ്റണില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ബീഫ് ഇടയ്ക്ക് പറഞ്ഞതാ, എനിക്ക് അവൾക്ക് വേണ്ടി എനിക്ക് നിർത്തണമെന്ന്. ഞാൻ പക്ഷെ ആൾ വരെ ഞാൻ നല്ല ഫ്രണ്ടാണ്. പക്ഷെ ഞാൻ പറയണം, അത് എല്ലാവരുടെ കാര്യം അങ്ങനെയൊക്കെയാണ്. കൂളൊക്കെ വെച്ചിട്ടേ പറയണില്ല. അങ്ങനെ കുറേ എണ്ണം അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒരു ഗുണവുമില്ല. എങ്ങനെ പോയാലും നമ്മൾ നശിക്കത്തേ ഉള്ളൂ ലൈഫിൽ. ഇപ്പം എൻ്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത സമയത്ത് സെമിനാറല്ല ഒരു പ്രോഗ്രാം. അപ്പോൾ ആ സമയത്ത് ഒരു സാറിൻ്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ എന്തോ തന്നെ ആയിരുന്നു. സാറ് കൗമുദി ആണോ എന്തോ ഒരു, ഞാൻ സാറിനെ ഓർക്കുന്ന, സാറ് വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയാം. അപ്പം ആളുടെ ലൈഫിൽ ഫാമിലിയിലുള്ള ഒരാളാണ്. ആ അച്ഛൻ ഈ ഒരു 8ാം ക്ലാസ് ഈ ഒരു കൈൻഡ് ഓഫ് ഈ ഒരു പ്രായത്തിൽ കിട്ടിത്തുടങ്ങുന്ന പ്രായമുണ്ടല്ലോ, അപ്പം തൊട്ട് വലിച്ചു തുടങ്ങിയതാണ്. അയാൾക്കൊരു കുഞ്ഞുണ്ടായി. ആ കൊച്ചിന് ഇപ്പോൾ ഒരു ആസ് എ വുമൻ എന്ന നിലയ്ക്ക് തൻ്റെ എവിടെ തൊട്ടുകൂടാ, മറ്റൊരാളെ എവിടെ തൊടണം, അല്ലെങ്കിൽ സ്വന്തം ശരീരഭാഗം പോലും മനസ്സിലാക്കാനുള്ള
സ്വബോധമില്ലാത്ത രീതിയിൽ ആ കുട്ടി ജനിക്കുകയാണ് ചെയ്തത്. സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും വളരെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, ഒരു ആരും കണ്ട ഒന്ന് നോക്കി പോകുന്ന കൈൻഡ് ഓഫ് ഒരു നല്ലൊരു സൗന്ദര്യമുള്ള കുട്ടിയാണ്. ആ അമ്മയ്ക്ക് ഈ അച്ഛനെ മോളെ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. അച്ഛനെ വിഷം കൊടുത്ത് കൊല്ലണോ മോളെ കൊല്ലണോ എന്നറിയാതെ അവർ മാത്രമാണ് വീട്ടിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം ആ കുട്ടിയെ നോക്കാൻ. കുഞ്ഞിനെ കൊന്നു കളയണോ ആ അച്ഛന് വിഷം കൊടുക്കണമെന്നറിയാതെ ഒരു ഗതികെട്ട് നിന്ന് പോവുകയാണ് ആ സ്ത്രീ. ആലോചിച്ച് ഒരു അമ്മയുടെ അവസ്ഥ. അപ്പം ഈ പ്രായത്തിൽ അടുത്ത ഈ രീതി പറയുമ്പോൾ ഞാൻ ശരിക്കും പറയാം, ഇപ്പം എവിടെ നോ പറയണം എവിടെ എസ് പറയണം എന്നൊക്കെ ഈ വലിയ രീതിയിൽ വീട്ടുകാരെ അല്ലെങ്കിൽ ശരി പറഞ്ഞ് വരണവരെ എതിരെ നിങ്ങൾക്ക് ഇതിൻ്റെ തള്ളവീപെന്ന് പറയാനും പറ്റിയ വലിയ രീതി പിള്ളേരൊക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാർ തന്നെ എന്ത് ഒരാളോട് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ഇവർ എന്ത് ഇതാണെന്നറിയോ, ഭയങ്കര നല്ല കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര കയറി മുടയും ജാടയൊക്കെ അടിച്ച് അങ്ങ് കിടിലെ സംസാരങ്ങളാണ്. എൻ്റെ പൊന്നെ എന്തിനൊക്കെ കേൾക്കണം, അങ്ങനത്തെ സംസാരമാണ്. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇതാണ്. അപ്പം ഈ പ്രായത്തിൽ ചെയ്യാനുള്ളതെല്ലാം ഒരുത്തം പ്രേമിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ചെയ്ത് കഞ്ചാവ കള്ള ഇതും കിട്ടി അതങ്ങ് വലിയ ഫ്രണ്ട്സ് ഗ്യാങ് അടിച്ചൊക്കെ പൊളിക്കും. രാത്രിയൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പോയി അങ്ങ് ചില്ല് ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ ലൈഫിൽ. ഇതൊക്കെ വീട്ടുകാർ ഇതൊക്കെ ആരെങ്കിലും വീട്ടുകാരെ അറിയും. ഇപ്പം എൻ്റെ കാര്യത്തിൽ എൻ്റെ കൂട്ടുകാർ എന്നെ കളിയാക്കി വരുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പോണെങ്കിലും ഇനി ഏത് ഏജിലായാലും എന്ത് ചെയ്യാൻ പോണെങ്കിലും വീട്ടുകാർ അറിയിച്ചിട്ട് ചെയ്തൊക്കെ പറഞ്ഞാൽ എന്നെ അത്രയും കളിയാക്കി. അങ്ങനെയാണ് ഞാൻ എൻ്റെ പല ഫ്രണ്ട്സും ഇൻസ്റ്റാഗ്രാം ഹൈഡാക്കും, വാട്സാപ്പ് ഹൈഡാക്കും, നമ്പർ ഹൈഡാക്കും, ഇങ്ങനെയൊക്കെ. അതൊക്കെ അവർക്കൊക്കെ എൻ്റെ വീട് എൻ്റെ അച്ഛനമ്മ എന്ന് പറയുമ്പം വേറെന്തോ യൂണിവേഴ്സിൽ നിന്ന് വേറെന്തോ പ്ലാനറ്റിൽ നിന്ന് വന്ന അന്യഗ്രഹ ജീവികളെ പോലെയാണ് അവർക്ക് എൻ്റെ വീട്ടുകാരെന്ന് പറയുക. അത്രയും അവരെന്നെ ആ രീതി, അതുകൊണ്ട് എന്നെ വിശ്വാസമാണ് അത്രയും. ഞാൻ ഈ രീതിയിലാണ് ഇങ്ങനെ ചെയ്യുള്ളൂ അവർക്ക് എന്നെ. അതുകൊണ്ട് ഇപ്പം എൻ്റെ ആളുടെ കാര്യം എല്ലാം വീട്ടിലറിയാം, ഫാമിലി അറിഞ്ഞേ വിളിക്കാറുള്ളൂ. എല്ലാവരും അങ്ങനെ പുറത്തൊക്കെ ഇവിടെ നാട്ടിലാളിപ്പം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്, ഇവിടെ ഇല്ല ആൾ ഇടുക്കിയിലാണ്. അപ്പം വരുമ്പോൾ പോകുന്നെങ്കിൽ ഇപ്പം കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോകാറുള്ള അമ്പലത്തിലൊക്കെ ഏറ്റവും ആഗ്രഹം നമ്മുടെ ആഴിമലേക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിൽ പോകാൻ ആഗ്രഹം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു എനിക്കതൊക്കെയാണ് ആഗ്രഹം. അമ്പലത്തിൽ പോകണം, കുറേ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ പോകണം, ആളുടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. മരുത്വാമല അറിയത്തില്ല, അവിടെ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, അന്ന് എല്ലാവർക്കും എത്ര ഒരു ഡൈജസ്റ്റ് ആവത്തില്ല അങ്ങനെ പറയുമ്പോൾ. ബട്ട് ആ ഒരു ഇതാണ്. അച്ഛനും അമ്മയും ഒക്കെ അത്ര സ്നേഹവും, ആളുടെ എവിടെയാണെങ്കിലും അച്ഛനും അമ്മയും അത്രയും സ്നേഹവും എല്ലാ രീതിയിലും നല്ല ഒരു രീതി. നമുക്കിപ്പോൾ നമ്മൾ മറ്റൊരാളെ ദോഷം വരുന്ന രീതിയിലൊരു കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ തന്നെ തരേണ്ടതൊക്കെ ദൈവമായിട്ട് തോന്നുള്ളൂ. ഇപ്പോൾ ഒരാളെ നമ്മൾ അല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ച് അയാളെ നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഗുണമില്ല. പക്ഷെ ഒരാളെ നശിപ്പിച്ചേ നേടുകയുള്ളൂ. നമുക്ക് വേണ്ട വിവരവും ജോലിയും വാങ്ങാനുള്ള കലിപ്പ് നമ്മളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിനു വേണ്ടി നമ്മൾ ആരെയും നശിപ്പിക്കേണ്ടി വരില്ല. നല്ലതാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ പോകാം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ. മനസ്സിലായില്ല? തെറ്റ് ചെയ്യണവന് മാത്രമേ അവൻ അടുത്ത ഓരോ സ്റ്റെപ്പിലും അവന് സമാധാനം കിട്ടാതെ വീട്ടുകാരെ പിള്ളേരെന്ത് എന്ത് രസമായിട്ട് കള്ളം പറയണം. എൻ്റെ മറ്റേ വല്ല സിനിമയിൽ വിളിക്കപ്പെടും ആ രീതിയിലാണ് ആക്ടിങ് വീട്ടുകാരുടെ മുമ്പിൽ. ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ നമ്മൾ തമാശയ്ക്ക് പറയുന്ന കാര്യമാണ്. ഈ വീട്ടുകാരെ പറ്റിച്ച് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കുന്ന പിള്ളേർ ഡെയിലി 3 നേരം വെച്ച് ലൈനിൻ്റെ കൂടെ നടക്കാനും മറ്റേ പരിപാടികളും കാര്യങ്ങളും. ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്, ഇരുന്നിരുന്ന് വല്ലപ്പോഴും കാണാൻ. എങ്കിൽ പോലും ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുന്ന സമയം വെച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു അരമണിക്കൂർ പോലും തികച്ചുണ്ടാവാറില്ല. എപ്പോഴും ഫാമിലി അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് പ്രൈവറ്റ് സർക്കിളുള്ള കുറച്ച് കൂട്ടുകാർ അവരെല്ലാവരുമായിട്ട് അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ മിക്കതും ഞങ്ങൾ അങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഫാമിലി കൂടെ ഉള്ളതുകൊണ്ട് അതിൽ ഏറ്റവും സന്തോഷമുണ്ട്. അമ്പലങ്ങളിലൊക്കെയാണ് പോകുന്നത്. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ഉള്ളൊരു ഇങ്ങനെ അത്രയും എന്നെപ്പോലത്തെ മണ്ടി പിള്ളേർ ഇപ്പോഴും അത് മണ്ടി എന്നല്ല, മണ്ടത്തരം അല്ലാതൊന്നും മണ്ടത്തരം ആദ്യമേ എന്നെ കളിയാക്കുന്നതാണ് അങ്ങനെയല്ല. പക്ഷെ ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ പാരൻസിനോടും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരോടും ചെയ്യുന്ന ഒരു വളരെ
ഒരു ഏറ്റവും നല്ല കാര്യമായിരിക്കും. നിങ്ങൾക്ക് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ, അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും ആരെയും ആവശ്യമില്ലാതെ പഴിക്കാൻ പോകില്ല. എന്നെ സ്നേഹിക്കുന്നവരെ മാത്രം ഞാൻ തിരിച്ച് പൊന്നുപോലെ നോക്കും. ബാക്കിയുള്ളവരെ ഇപ്പം ഞാൻ പറഞ്ഞ എനിക്ക് എല്ലാവരും കയറി സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. നോ പറയേണ്ടടുത്ത് ഞാൻ നോ തന്നെ പറയും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് യൂസേജ് ഇല്ലാത്ത, കുറേ ആവശ്യമില്ലാത്ത ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. എന്നെ ആരായില്ല, എൻ്റെ തന്ത പറഞ്ഞാൽ പോലും പണി ഞാൻ കൊടുക്കും. കാര്യം എനിക്ക് തെറ്റെന്ന് പറഞ്ഞത് തെറ്റെല്ലാം തെറ്റ് തന്നെയാണ്. അത് ഇനി ആര് പറഞ്ഞാലും എന്ത് ചെയ്താലും അങ്ങനെയാണ്. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ അങ്ങനെയാണ് എന്നെ അച്ഛൻ ഒരു റേസ് ചെയ്ത് ഞാൻ അത്രയും എനിക്കൊരു പ്രശ്നം ഉണ്ടായ എന്നെ കിലോമീറ്റർ ഞങ്ങൾ വണ്ടി ഇരുന്ന് സംസാരിച്ചു എനിക്ക് വേണ്ടി പുറത്തിറങ്ങും, സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പൊന്നുപോലെയാണ് നോക്കണം. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ജനറേഷൻ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടിയാണ്, ഇനി നമ്മളെ സ്നേഹിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്ലീസ് ഗൈസ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ആരും ചെയ്യരുത്. എനിക്കത് കുറേ കാര്യങ്ങൾ പറയാൻ ഭയങ്കര ഇതാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ താഴെ നിങ്ങൾ ഇത് ശരിയാണെന്ന് തോന്നി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മെജോറിറ്റിയും ഈ ഒരു ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും പീക്ക് സ്നേഹം കൊടുത്തിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, അവർക്ക് വേണ്ടി നിങ്ങളെ ലൈഫ് മാറ്റിവെക്കാൻ റെഡി ആയിട്ട് പോലും പലരും ഉണ്ടാവും മരിക്കാൻ പോലും. ഇപ്പം എൻ്റെ ആളുടെ അനിയനുമായിട്ട് 11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം അയാൾക്കൊക്കെ ഒരു പ്രശ്നം പറ്റിപ്പോയാൽ ഒന്ന് സൂയിസൈഡ് പോലും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അച്ഛനും അമ്മയും കുറച്ച് ഏജ്ഡ് ആയിട്ടാണ് അനിയനെ കിട്ടുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വീട്ടിലുണ്ടായാൽ ഈ ചേട്ടനെയാണ് മകനായിട്ട് കാണുന്നത്. മറ്റേ ആള് ആ ചേട്ടൻ്റെ മോനെ പോലെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇനി ആ ഫാമിലിയിലെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും ആൾക്കാണ്. ഇപ്പോൾ 18 വയസ്സായി, ഇനി അങ്ങോട്ട് ആളായിരിക്കും ജോലി, ഇപ്പോൾ പോളിടെക്നിക്കാണ്. അപ്പം മൊത്തം കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഇറുവി പോണ കുറേ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? സൂയിസൈഡ് പോലും ചെയ്യാൻ പറ്റില്ല. കാര്യം ആ വീട്ടിന് വേണ്ടി അയാളുടെ അച്ഛനും അമ്മയ്ക്കും വേറെ ആരുമില്ല. പക്ഷെ അനുഭവിച്ച് എരിഞ്ഞു തീർന്ന് ജീവിക്കേണ്ടി വരും. ഇങ്ങനെ അത്രയും എനിക്കുള്ള എൻ്റെ എല്ലാവിധ സ്നേഹവും അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാനും ഞാൻ റെഡിയായി നിന്നിട്ട് എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് ആലോചിച്ച് അയാൾ എരിഞ്ഞെരിഞ്ഞ് തീരും. മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടാ, സീരിയസ്ലി പറയുവാണ്. മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുന്നതും പാവപ്പെട്ട മനുഷ്യരൊക്കെ ഇപ്പോഴും ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ഒരു കൈൻഡ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലൊക്കെ ആവണം എന്നൊക്കെ പറയണതൊക്കെ ശരിയാണ്, ഒരിക്കലും അല്ലെന്ന് പറയും. ഇപ്പം ഞാനാണെങ്കിലും അതൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ അപ്ലൈ ചെയ്യും, മനസ്സിലായില്ലേ? അത് ചെയ്യണം. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ അത് വെച്ച് നമ്മുടെ കുറേ ആറ്റിറ്റ്യൂഡ് ഇട്ട് അവരെ നമ്മൾ ഹേർട്ട് ചെയ്യരുത്. നമ്മൾ ഈഗോയും ആറ്റിറ്റ്യൂഡും നമ്മളെ സ്നേഹിക്കുന്നവരുടെ തലയിലല്ല നമ്മൾ അടിച്ചേൽപ്പിക്കാനുള്ളത്. നമ്മൾ അതുപോലെ ഇങ്ങോട്ട് ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി അവരെ ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാരോടാണ് നമ്മൾ ഈ രീതിയിൽ പെരുമാറുക. അല്ലാതെ നമ്മളെ അച്ഛനും അമ്മയുടെ മുമ്പ് വില്ലത്തരവും നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുമ്പ് വില്ലത്തരം കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ കുറേ ഞാൻ സത്യം പറയാമല്ലോ, നമുക്ക് എന്ത് നല്ലതാണ്, നമ്മുടെ ഫാമിലിക്ക് ഒരു ദോഷമില്ല, നമ്മളെ പഠിത്തത്തിന് ദോഷമില്ല, നമ്മളെല്ലാ രീതിയിലും ഹാപ്പിയാണ്, സമാധാനമുണ്ട്, വേറെ ഇഷ്യൂസൊന്നുമില്ല, ഫാമിലി സപ്പോർട്ടാണ്, അവർക്ക് സങ്കടമൊന്നും വരുന്നില്ല, അവർക്ക് അങ്ങനെ സങ്കടപ്പെടുത്തലും കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കുടുംബക്കാരെയും ആവശ്യമില്ലാത്ത സദാചാരം അമ്മമാരെ ചെവി കൊടുക്കരുത്. പലരും കേൾക്കുന്നുണ്ടാവും. എനിക്കങ്ങനെ ഞാനെന്ന് പറയുമ്പോൾ ഒറ്റ മോളാണ്, എനിക്ക് ആരുമില്ല വീട്ടിൽ കളിക്കാനോ പറയാനോ ഒന്നും, കുഞ്ഞുമക്കൾ ആരുമില്ല. എനിക്ക് കുഞ്ഞുമക്കൾ ഭയങ്കര കാര്യം, അപ്പോൾ അനിയത്തിമാരും അങ്ങനെ ആരുമില്ല. ഫാമിലീസായിട്ട് ഞാൻ പറഞ്ഞില്ല, ലവ് മാരേജിന് അച്ഛനും അമ്മ, ഇപ്പം അങ്ങനെ ഫാമിലീസായിട്ട് വലിയ പരിചയവും ബന്ധമൊന്നുമില്ല, നെയ്ബേഴ്സുമായിട്ട് മിണ്ടത്തില്ല, പരിചയവും അങ്ങനെയൊന്നുമില്ല. അപ്പം ടോട്ടലി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഞാനാണ്. അപ്പം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഞാൻ സ്നേഹിക്കുന്ന ഒരാളെന്നും പറഞ്ഞാൽ എനിക്ക് അവരാണ് എല്ലാം. അതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾ വന്നിട്ട് കാര്യമില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് അവരാണല്ല. അപ്പം അതുപോലെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ആണുങ്ങൾ നല്ല ബോയ് അല്ല, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ബോയ് അല്ല, ഒരു മാൻ ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, മാൻ്റെ ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞു, ഒരു മെന്നാണെന്ന് മെൻ്റെ ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞു തരണ്ട, ഒരു മാനാണ് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മളൊരു മറ്റേ വൺ വുമൻ മാൻ അങ്ങനെയൊക്കെ പറയത്തില്ലേ, ആ കൈൻഡ് ഓഫ് രീതിയിലോട്ട് നമ്മൾ മാറണം. എനിക്കും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കിട്ടിയ ബ്രേക്കപ്പ് ശേഷം ഇപ്പോൾ ഈ ആളെ ഞാൻ കുറേ ഒരു ആദ്യത്തെ ഒരു
ഒരു 5-6 മാസം ഞാൻ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എൻ്റെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് മാറാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. എന്നെ അത്രയും മറ്റേ ആൾ പിന്നെ ടോട്ടലി ഇടിച്ച് നശിപ്പിച്ചിട്ടിട്ടാണ് പോയത്. കരയാത്തൊരു ദിവസവും ഇല്ല. ഫുൾ എൻ്റെ കണ്ണൊക്കെ വീങ്ങിപ്പഴുത്ത് ഡെയിലി ഇരിക്കുമായിരുന്നു. കരഞ്ഞ് അങ്ങനെ ഇരുന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് കരഞ്ഞ് മരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങളെ മനസ്സിലാക്കാനും കൂടുതൽ റിയലൈസ് ചെയ്യും എല്ലാ പെൺകുട്ടികൾക്കും. ഇപ്പോൾ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും മനസ്സെല്ലാവർക്കും ഉള്ളതാണ്. സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ എല്ലാവരും മനുഷ്യരാണ് ഗൈസ്. നമ്മൾ ഒരുമാതിരി വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും എല്ലാവരും മനുഷ്യരാണ്. അവരെല്ലാവരും സ്നേഹവും ഫാമിലിയും കുടുംബവും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞു മക്കളെല്ലാം ഈ നെറികളിലൊക്കെ കാണിക്കുന്ന നമ്മൾ പറയുന്നില്ല പോട്ടെ. അപ്പം അങ്ങനെ ഞാൻ എല്ലാ രീതിയിലും സംസാരിക്കും. നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടുക കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസിന് കുറച്ച് നടക്കുന്ന ന്യൂസുകൾക്ക് റിയാക്ഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യങ്ങൾ ഇതുപോലെ എനിക്ക് പബ്ലിക്കലി സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പം ഇത് എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ നിന്ന് വെച്ച് തുടങ്ങിയത് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നെടുത്ത് ഞാനങ്ങ് തുടങ്ങുവാണ്. അപ്പം എന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ഒരിക്കലും നിങ്ങൾക്ക് തന്നെ അതൊക്കെ ലൈഫിൽ പലരുടെ ഇപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന പലർക്കും അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവാം. പലരും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, പലരും അതിന് സങ്കടത്തിന് ഇരയായിട്ടുണ്ടാവാം. അപ്പം എല്ലാവരും ഒരുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ള ലൈഫിൽ നല്ല രീതിയിൽ നമുക്കായിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളെ പൊന്നുപോലെ നോക്കി. ഇനി ആരുമില്ല ഓക്കെയാണ്, ഇനി ഒരാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫാമിലി, അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ പൊന്നുപോലെ നോക്കി അവരെ ഹാപ്പി ആക്കി സന്തോഷത്തോടെ ജീവിച്ച് കഴിയുമ്പോൾ ആ ഒരു പവർ നമുക്കായിട്ടുള്ള ഒരാളെ കറക്റ്റ് ടൈമിങ്ങിന് ആളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ടൈമിങ്ങിന് ട്രസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ നമ്മൾ നടന്നു പോകും. നമ്മൾ പക്ഷെ ആരെയും ഉപദ്രവിക്കാതെ സമാധാനത്തോടെ പോവുകയാണെങ്കിൽ നമുക്ക് വരേണ്ട നല്ലതെല്ലാം നമുക്ക് തന്നെ വന്നു ചേരും. ഓക്കെ, ഇത് ഇത്രയും തന്നെ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് എത്രമാത്രം ആളുകളിലേക്ക് ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഇതുവരെ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാത്തൊരു പുതുമുഖമാണ്. പിന്നെ എന്താ പറയാനാ, ഞാൻ അത്ര മേക്കപ്പ് അങ്ങനെ ഇത്തിരി പ്ലസ് സൈസാണ്, എന്നെ വണ്ണമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പം എൻ്റെ ലുക്സ് വെച്ച് എന്നെ ആരും എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഞാനിപ്പം ഇത് ഇത്രയും സങ്കടം തോന്നി ഞാനത് മനസ്സ് നൊന്ത് വന്ന് എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണം. ഇതിപ്പോൾ എത്ര സമയം കൊണ്ട് ഞാൻ പറയാം, എനിക്കത് എങ്ങനെയെങ്കിലും പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വന്ന്, ആഗ്രഹമല്ല എനിക്കൊരു തോര, ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത വീഡിയോ ആണ് ഗൈസ്. അപ്പം നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് ആൾക്കാർക്കൊക്കെ ഇത് എത്തിക്കണം. ഈ ഒരു കാര്യം എല്ലാവരും മാക്സിമം നമ്മൾ ഈ ജനറേഷനിലുള്ള ആൾക്കാർ ഇത് റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ് പ്ലീസ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാനും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളോ വന്ന് കമൻറ്റ് ചെയ്ത് കാര്യങ്ങൾ എന്നെ അറിയിക്കാനും പറയാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വീഡിയോസിൽ ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്താനും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. സോ മച്ച് ഫോർ വാച്ചിങ്.